ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ റെസിപ്പി വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി ഒരു ലഡ്ഡു ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു ആണ്, അവലഡ്ഡു. അപ്പോൾ ഇത് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും പിന്നെ അതുപോലെ നെയ്വേദ്യമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എൻ്റെ പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കണം. ഇത് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അവലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത അവലും എടുക്കാം, പക്ഷേ മട്ട അവലിലാണ് കൂടുതൽ സ്വാദുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കാഷ്നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. നട്ട്സ് ഒന്നും ഇടാതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എനിക്കിവിടെ കിട്ടിയ അവൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചൂടാക്കാതെ ഇരുന്നത് കേട്ടോ. ഇനി അതേ മിക്സി ജാറിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയും 1/2 കപ്പ് തേങ്ങയുമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് എടുക്കാം കേട്ടോ, അതാണ് കുറച്ചുകൂടെ സ്വാദ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കുകയാണെങ്കിൽ അവലോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മുഴുവനായിട്ട് ചേർക്കുകയാണ്. നമുക്ക് ആദ്യം എത്ര വേണമെന്ന് അറിയാൻ പറ്റില്ല, കുറച്ച് കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത നെയ്യ് പോരാട്ടോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ്. അപ്പോൾ ചെറിയ പോർഷൻസായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കുക, അതുപോലെ ബോൾസാക്കി എടുക്കുക, വീണ്ടും നെയ്യ് ഒഴിക്കുക, ബോൾസാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് നെയ്യ് എത്ര ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെറു ചൂട് പാൽ ഇതിലൊഴിച്ചിട്ട് അങ്ങനെയും ലഡ്ഡു ആക്കി എടുക്കാം. പാൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അധികം നാൾ വെക്കാൻ പറ്റില്ല. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണമുണ്ട്. ഈ ഒരു ലഡ്ഡു, ഞാൻ ചെയ്യണ രീതിയിലുള്ള ലഡ്ഡു കുറച്ചധികം നാൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഓരോ ലഡ്ഡുവിൻ്റെയും പുറത്ത് ചെറുതായിട്ട് മുറിച്ച കാഷ്യൂനട്ട് വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ നമ്മുടെ ഈ ലഡ്ഡു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ പുതിയ റെസിപ്പീസ് കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുപോകുന്നതിന് മുന്നായിട്ട് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.